എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ വാർഡൻ ആളാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പോയിസൺ ലൂഫിക്ക് നേരെ തുപ്പാണ്. ലൂഫി ആണെങ്കിൽ അതിലൊന്നും പെട്ടുപോവാതെ ഓരോ ഭാഗത്തേക്ക് തെന്നി മാറി ഓടും. ഉടനെ ആ സോൾജിയേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഓൾറെഡി അവിടെ മുഴുവൻ നല്ല ഹീറ്റാണ്. വാർഡന്റെ പോയിസൺ അത് താഴേക്ക് വീണ് ആ ഹീറ്റ് കൊണ്ട് അത് അങ്ങനെ ഉരുകി ഇപ്പൊ വായുവിലേക്ക് ഗ്യാസായി അലിഞ്ഞു ചേരുന്നുണ്ട്. അത് ചെറുതായിട്ട് ഒന്ന് ശ്വസിച്ചാൽ മതി, അവന്റെ കാര്യം അതോ ഗതി. ലൂഫി ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ വാർഡന്റെ അടുത്തേക്ക് വരികയാണ്. നിനക്ക് ജീവൻ വേണമെങ്കിൽ മാറി നിൽക്ക്, എനിക്കിപ്പോ കുറച്ച് ഫുഡ് അത് കഴിച്ചേ പറ്റൂ. അത് കണ്ട് നമ്മുടെ ഡാൻസർ അവൻ നിലവിളിച്ചു പറയും, ലൂഫി ദയവ് ചെയ്ത് അവനോട് മാത്രം നീ ഏറ്റുമുട്ടരുത്. അവൻ ഈ ജയിലിലെ നമ്പർ 1 വാർഡനാണ്. അവൻ വെനം ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. ആ പവറിന് മുൻപിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ ലൂഫി ആണെങ്കിലും അപ്പോഴും സംഭവത്തിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ആ വാർഡൻ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഓർത്തെടുക്കും. 300 ബില്യൺ ബെറീസ്, അത്രയും വാല്യൂ ഉള്ള ഒരാളാണ് ലൂഫി. മാത്രമല്ല നേവിയെ പോലും വെല്ലുവിളിച്ച ഒരേ ഒരു പയ്യൻ, അങ്ങനെ ഒരുത്തനാണ് ഇപ്പൊ എന്റെ കയ്യിൽ വന്ന് വീണിരിക്കുന്നത്. അവൻ ലൂഫിയോട് പറയും, ഇതൊരു അയൺ സെക്യൂർഡ് ജയിലാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്, നിന്റെ ലക്ഷ്യം അതൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. നിന്റെ ചേട്ടൻ എയ്സ്, അവനെ രക്ഷിക്കാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഇവിടേക്ക് കയറി പറ്റിയത്. ഒരു കാരണവശാലും അവനെ രക്ഷിക്കാനോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനോ ഇനി നിനക്ക് കഴിയില്ല. ലൂഫി ആണെങ്കിൽ അതൊക്കെ കേട്ട് അങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് അവസാനമായി പ്രിൻസസ് പറഞ്ഞ കാര്യങ്ങൾ അത് ഓർത്തെടുക്കും. എന്നെ കൊണ്ട് ഇനി നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വെച്ച് എന്റെ ബോഡി മുഴുവൻ അവർ ചെക്ക് ചെയ്യും. സീപ്രിസം സ്റ്റോണ് അതെന്റെ കയ്യിൽ അവരണിയിക്കും. ഇനി നീ എങ്ങനെയെങ്കിലും നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവസാനമായി പോയത്. സോ പ്രിൻസസ് എടുത്ത അത്രയും വലിയ റിസ്ക് അതൊരു കാരണവശാലും വെറുതെ ആവാൻ പാടില്ല. ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, ഒരിക്കലുമില്ല, ഒരു കാരണവശാലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടേക്ക് വന്നത് ഒരു ലക്ഷ്യമായിട്ടാണ്. അത് നിറവേറ്റാതെ ഞാൻ തിരികെ പോകാനോ ആരുടെയും മുൻപിൽ പിടികൊടുക്കാനോ തയ്യാറല്ല. ആ ഡാൻസർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് വീണ്ടും വീണ്ടും പറയും, ദയവ് ചെയ്ത് നീ ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് ആ സ്റ്റെയർ വഴി താഴേക്ക് പോവാം. അപ്പൊ ആ സ്റ്റെയർ സൂം ചെയ്ത് കാണിക്കും. അവിടെയാണ് ബാക്കിയുള്ള ആ സോൾജിയേഴ്സ് എല്ലാവരും തന്നെ കാവല് നിൽക്കുന്നത്. കട്ട് ചെയ്ത ആ വില്ലൻ വാർഡൻ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ബോഡിയിലുള്ള ഡ്രാഗൺസിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. ലൂഫി കണ്ണുമ വെട്ടാതെ ആ വില്ലനെ തന്നെ നോക്കി നിൽക്കും. അവന്റെ ബോഡി മുഴുവൻ പോയിസൺ കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. അവന്റെ ബോഡിയിൽ തൊട്ട ലൂഫിയുടെ കഥ അതോ ഗതി. ആ ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട ലൂഫി അവൻ കായ് ചുരുട്ടി അതിനെ ഇട്ടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ ഡാൻസർ അവൻ ഇടയിൽ കയറി നിന്ന് അവൻ ആ പഞ്ച് ഏറ്റുവാങ്ങാണ്. ലൂഫി അതുകൊണ്ട് ഷോക്കാവും. ഉടനെ അവൻ പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. ആ വാർഡന്റെ ബോഡി അത് മുഴുവൻ പോയിസൺ ആണ്, അതിൽ തൊട്ട് കഴിഞ്ഞാൽ നീ മരിച്ചു പോവും. അവൻ അങ്ങനെ പറയുന്ന കറക്റ്റ് സമയത്ത് ആ ഡ്രാഗൺ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരും. ഡാൻസറിന് മനസ്സിലാവും ആ വില്ലന്റെ ലക്ഷ്യം അത് ലൂഫിയാണ്. ഉടനെ അവനാണെങ്കിൽ ലൂഫിയുടെ ഫേസ് കട്ടിലേക്ക് മാറി ഇപ്പൊ ആ വില്ലനെ ദശ തിരിപ്പിക്കുകയാണ്. വില്ലൻ അവന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ലൂഫിക്ക് ഈസി ആയിട്ട് അവിടുന്ന് രക്ഷപ്പെടാം. അതാണ് നമ്മുടെ ഡാൻസറിന്റെ പ്ലാൻ. പക്ഷെ വാർഡന് കറക്റ്റ് ആയിട്ട് അവന്റെ പ്ലാൻ പിടികിട്ടും. അവനുടനെ ഇപ്പൊ അവന്റെ 3 ഡ്രാഗൺസിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ 2 പേരെയും പൊറഞ്ച അറ്റാക്ക് ചെയ്യാണ്. ലൂഫി എടുത്തു ചാടി തീ കത്തുന്ന ഒരു സ്ഥലത്തേക്ക് പോവും. അവനാണെങ്കിൽ എന്തോ ഒരു വള്ളിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇൻ കേസ് ലൂഫിയുടെ കൈ വിട്ടുപോയ അവൻ ആ തീയിൽ വീണ് കത്തിയെരിയും. വില്ലനാണെങ്കിൽ ഇപ്പൊ ക്ലോറോഫോം ബോംബ് എന്ന് പറഞ്ഞ് ഒരു പോയിസൺ ഗ്യാസ് ബോംബ് ലൂഫിക്ക് നേരെ തുപ്പും. അത് ലൂഫിയുടെ തൊട്ടടുത്ത് വന്ന് പൊട്ടിയങ്ങോട്ട് തെറിക്കും. അവന്റെ കണ്ണൊക്കെ എരിഞ്ഞ് മൂക്കിലൂടെ വെള്ളമൊക്കെ വന്ന് അവൻ ആകെ ബുദ്ധിമുട്ടാൻ തുടങ്ങും. അതുപോലെ തന്നെ അവിടെയുണ്ടായിരുന്ന ഗാർഡ്സും ബാക്കിയുള്ള പ്രിസണേഴ്സും അവരെല്ലാവരും മൂക്കൊക്കെ പൊത്തി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. ഇത്തവണ വാർഡൻ അവൻ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അവന്റെ തലയിലുണ്ടായിരുന്ന കൊമ്പ് അത് ഊരിയെടുത്ത് ലൂഫി ആഞ്ഞു വെട്ടും. ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. വില്ലൻ വിട്ടുകൊടുക്കാതെ പൊറഞ്ച് ഇടിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ഇടി മുഴുവൻ ആ ചുമരിലായിരിക്കും കൊള്ളുക. അത്രയും പോയിസൺ അത് ചുമരിൽ സ്പ്രെഡ് ആയിട്ട് ആ ചുമര് പോലും കത്തിക്കരിഞ്ഞു പോവും. ലൂഫി ആണെങ്കിൽ അവന്റെ പവറും പഞ്ചൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബഗ്ഗിയും നമ്പർ 3യും അവർ 2 പേരും ലോങ് ഷോട്ടിലിരുന്ന് ലൂഫിയും ആ വില്ലനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കും. നമ്പർ 3 പറയും, ഇതാണ് പറ്റിയ സമയം. ഈ ഒരു ജയിലിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള് അതാ വാർഡനാണ്. അവനെ തോൽപ്പിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. സോ ഇനിയൊന്നും പേടിക്കാനില്ല, നമുക്ക് ഈ ഒരു ഗ്യാപ്പില് സ്റ്റെയർ വഴി മുകളിലേക്ക് പോവാം.
സ്റ്റെയറിന്റെ അടുത്തും സോൾജേഴ്സ് ഉണ്ടാവും, പക്ഷെ അവർക്കൊന്നും ഇത്രയും പവർ ഒന്നും ഉണ്ടാവില്ല. സോ ഈസി ആയിട്ട് അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഡാൻസർ ആണെങ്കിൽ ലൂഫി ഒരുപാട് കഷ്ടപ്പെട്ട് ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് അവന്റെ നെഞ്ച് തകർന്നു പോകും. എന്റെ ഫ്രണ്ടിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഒച്ചത്തില് ലൂഫിയുടെ പേര് വിളിക്കും. അതിനുശേഷം പമ്പരം പോലെ കറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ താഴേക്ക് വീഴും. പക്ഷെ അവൻ പ്രതീക്ഷിച്ചതുപോലെ വാർഡൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരില്ല. പകരം പോയിസൺ അവന് നേരെ ചീറ്റും. മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു മൂലയ്ക്ക് വരും. എന്നെ കൊണ്ട് ലൂഫിയെ അവനെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് വിഷമിച്ച് നിൽക്കും. ഞാൻ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തെങ്കിലും ഉടനെ ചെയ്യണം, എനിക്ക് എന്റെ ഫ്രണ്ടിനെ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ ചാടിപ്പോയി അവനെ ആഞ്ഞടിച്ചാലോ? അയ്യോ വേണ്ട, അവന്റെ പോയിസൺ അതെന്റെ ബോഡിയിലേക്ക് കയറും. അല്ലെങ്കിൽ ഞാൻ പുറകെ കൂടെ പോയി അവന്റെ കാല് പിടിച്ച് താഴെയിട്ടാലോ? അയ്യോ, അപ്പോഴും അവന്റെ പോയിസൺ എന്റെ കയ്യിലൂടെ സ്പ്രെഡ് ആവും. ഡാൻസർ ആണെങ്കിൽ ഇപ്പൊ ഓരോ ഐഡിയാസ് അത് ആലോചിച്ച് തല പുകഞ്ഞു നിൽക്കും. അപ്പൊ അതേസമയം നമ്മുടെ ലൂഫി അവൻ ആ വാർഡന്റെ അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വാർഡൻ വമ്പം കലിപ്പില് ആളുടെ കൊമ്പ് അതുപയോഗിച്ച് അച്ചരം പുച്ചരം ലൂഫി ആഞ്ഞു വെട്ടും. അവന്റെ ഓരോ വെട്ടൽ നിന്നും ലൂഫി തലനാരിഴക്കായിരിക്കും രക്ഷപ്പെട്ടു മാറിക്കൊണ്ടേയിരിക്കുക. തേയിലേക്ക് തെറിച്ചു വീണും ഭിത്തിയിൽ അടിച്ചു വീണും നമ്മുടെ ലൂഫിക്ക് ചെറിയ ചെറിയ പരിക്കുകൾ പറ്റും. പക്ഷെ എങ്കിലും അവന്റെ ചേട്ടൻ എയ്സ് അദ്ദേഹത്തിന്റെ മുഖം മാത്രം മനസ്സിൽ ആലോചിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ വില്ലന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഡാൻസറിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് തലപേര് തിരിക്കുകയാണ്. ആ വാർഡനാണ് ഈ ലോകത്തിലെ തന്നെ നമ്പർ 1 വാർഡൻ. ഇതൊരു നമ്പർ 1 പ്രിസണറുമാണ്. സോ ഇവിടെ നിന്ന് രക്ഷപ്പെടുക, അവന്റെ കയ്യിൽ നിന്ന് ജീവൻ തിരികെ കിട്ടുക, അത് രണ്ടും വളരെ റയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ കൊണ്ട് ലൂഫിയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഉറപ്പായാലും വാർഡൻ ലൂഫിയെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. ഐ എം സോറി ലൂഫി, എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ഞാനും ഇവിടെ തന്നെ നിന്ന ഉറപ്പായിട്ടും നിനക്ക് ശേഷം അവൻ എന്നെ കൊല്ലും. എനിക്ക് വേറെ വഴിയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോവല്ല, പക്ഷേ എനിക്കിപ്പോ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അടുത്ത നിമിഷം അവൻ ഉഷാറായിട്ട് അവിടുന്ന് ഓടാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് 3rd ലെവലിലെ ആ ഹാനിയബാലിനെ കാണിക്കും. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ വരുന്നത് നോക്കി കാത്തു നിൽക്കും. മറ്റൊരു ഭാഗത്ത് നമ്പർ 3യും ബഗ്ഗിയും അവർ ലൂഫി ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഇതാണ് പറ്റിയ ഗ്യാപ്പ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. നമ്പർ 3 ആണെങ്കിൽ തീർത്തു പറയും, ഈ അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല. എന്തായാലും ലൂഫി അവനോട് ഫൈറ്റ് ചെയ്ത് തോൽക്കും. അതിനു മുൻപ് തന്നെ ആ സ്റ്റെയറിലുള്ള വീക്കായിട്ടുള്ള സോൾജിയറെ തോൽപ്പിച്ച് നമ്മൾ രക്ഷപ്പെടണം. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ഒച്ചത്തിൽ നിലവിളിച്ച് ഹാനിബാലിന്റെ മുൻപിലേക്ക് എടുത്ത് ചാടും. ഉടനെ സോൾജിയേഴ്സ് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അത് കണ്ട ഹാനിബാൽ, നിർത്തണടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, ഞാനാണ് വൈസ് വാർഡൻ, ഒരു കാരണവശാലും ഞാൻ പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ രക്ഷപ്പെടുത്താൻ പോവാണ്. അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് ഒഫീഷ്യൽസ് വാർഡന്റെ മേലെ കുറ്റം ആരോപിക്കും. സോ മകളന്റെ പോസ്റ്റ് അതെന്നേക്കുമായി തെറിച്ച് പിന്നീട് ഇവിടുത്തെ വാർഡൻ അത് ഞാനായിരിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയോടും നമ്പർ 3യോടും അതുവഴി കടന്നു പോവാനായിട്ട് താഴ്മയോടുകൂടെ പറഞ്ഞ് ഇപ്പൊ അവർക്ക് വഴിയൊരുക്കും. ഉടനെ ബഗ്ഗിക്കാണെങ്കിൽ അതിൽ അത്ര വിശ്വാസം ഉണ്ടാവില്ല. ഓ, നിങ്ങൾ ഞങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഞങ്ങളെ കൊടുക്കാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെ തകർക്കാൻ പറ്റില്ല, അതിനു മുൻപ് നിങ്ങളെ ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് അവരിപ്പോ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അടുത്ത നിമിഷം ഇപ്പൊ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ആ വാർഡനോട് ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ശ്വാസം വലിച്ച് തീക്ക് മുൻപിൽ നിൽക്കും. ലൂഫിക്ക് വേറെ വഴിയില്ലാതെ അവൻ ഗിയർ 2ലേക്ക് മാറി അവന്റെ കൈ ചുരുട്ടി വില്ലന്റെ വയറ്റിൽ ആഞ്ഞൊരുട്ടി. ആ ഒരു അടിയില് വില്ലൻ അടിച്ചു വീഴും. പക്ഷെ എന്താ, ഇപ്പൊ ലൂഫിയുടെ കൈ മുഴുവൻ ആ പോയിസൺ ആസിഡ് അതവന്റെ കൈ മുഴുവനായിട്ടും കത്തി എരിയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.